ആലപ്പുഴ ജില്ലയിലെ 6 മണ്ഡലങ്ങളിൽ ഇടത് മുന്നണിയിൽ കാലുവാരൽ നടന്നതായി സൂചന. ആദ്യഘട്ടത്തിൽ ജയസാധ്യത കൽപ്പിച്ചിരുന്ന കായംകുളത്തും ചെങ്ങന്നൂരിലും LDFന് തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ. ജി സുധാകരന്റെ തുറന്നുപറച്ചിലും SCPI പിന്തുണയും ജില്ലയിലാകെ അനുഭാവി വോട്ടുകൾ CPMന് നഷ്ടമാക്കിയിട്ടുണ്ട് എന്നതാണ് കണക്കാക്കപ്പെടുന്നത്. നിലവിൽ 9 നിയോജക മണ്ഡലങ്ങളിൽ 8ഇടത്തും ഇടതുമുന്നണി MLAമാരുള്ള ആലപ്പുഴ ജില്ലയിൽ ഇക്കുറി രാഷ്ട്രീയ അന്തരീക്ഷത്തിനപ്പുറം മുന്നണിയിലെയും CPMലെയും ആഭ്യന്തര പ്രശ്നങ്ങൾ പാർട്ടി വോട്ടുകളുടെ ചോർച്ചയ്ക്ക് ഇടയാക്കിയതായാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത്. ഇതിനു പുറമെ SDPI കൂട്ടുകെട്ടും ജില്ലയിലെ മുതിർന്ന CPM നേതാവായിരുന്ന ജി സുധാകരന്റെ തുറന്നു പറച്ചിലുകളും അനുഭാവ വോട്ടുകളെയും ഇടതുമുന്നണിയിൽ നിന്നും അകറ്റിയിട്ടുണ്ട്. CPM ഏറ്റവും വിജയപ്രതീക്ഷ പുലർത്തിയ ചെങ്ങന്നൂരിലും കായംകുളത്തും അപ്രതീക്ഷിത തിരിച്ചടിയുണ്ടാകാൻ പാർട്ടിയിലെ കാലുവാരലും അനുഭാവ വോട്ടുകളുടെ ചോർച്ചയും ഇടയാക്കിയേക്കാം. കായംകുളം നിയോജക മണ്ഡലത്തിൽ ചെട്ടികുളങ്ങര, പത്തിയൂർ, ദേവികുളങ്ങര, പുള്ളിക്കണക്ക് മേഖലകളിൽ പാർട്ടി വോട്ട് പ്രതിഭയ്ക്ക് എതിരായി മറിഞ്ഞതായാണ് വിവരം. ഇത് പ്രതിഭയുടെ പരാജയത്തിന് കാരണമായേക്കാം. ചെങ്ങന്നൂരിൽ സജി ചെറിയാന്റെ കാൽച്ചുവട്ടിൽ നിന്ന് തന്നെ ചോർച്ച ഉണ്ടായതായാണ് വിവരം. മുളക്കുഴ, ചെറിയനാട്, ബുധനൂർ, മാന്നാർ മേഖലകളിൽ അപ്രതീക്ഷിത തിരിച്ചടി ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഹരിപ്പാട്ടെ CPI സ്ഥാനാർത്ഥി TT ജിസ്മോനെ ചിങ്ങോലി, കുമാരപുരം, കരുവറ്റ, കാർത്തിയപ്പള്ളി, ഹരിപ്പാട് ടൗൺ മേഖലകളിൽ കാലുവാരിയതായാണ് കണക്കാക്കപ്പെടുന്നത്. അമ്പലപ്പുഴയിൽ വ്യാപകമായി CPM വോട്ട് ജി സുധാകരന് മറിഞ്ഞിട്ടുണ്ട്. അതിനു പുറമെ SDPI ബന്ധവും ഇടതുമുന്നണിക്ക് കടുത്ത തിരിച്ചടി അമ്പലപ്പുഴയിൽ ഉണ്ടാക്കും. ആലപ്പുഴയിൽ ആര്യാട്, സർവോദയപുരം, മണ്ണഞ്ചേരി മേഖലകളിൽ CPM വോട്ടുകളിൽ കാര്യമായ ചോർച്ചയുണ്ടായതായാണ് സൂചന. കുട്ടനാട്ടിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ CPM പൂർണ്ണമായും കൈവിട്ട അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അരൂരിലും സമാന രീതിയിൽ പാർട്ടി സ്ഥാനാർത്ഥിയുടെ വിജയം ലക്ഷ്യം വെച്ചുള്ള പ്രചരണം നടന്നിട്ടില്ലെന്നാണ് വിലയിരുത്തൽ. ഈ രീതിയിൽ ആലപ്പുഴ ജില്ലയിൽ ഇടതുമുന്നണി കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിനിടെയുള്ള ഏറ്റവും വലിയ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടേക്കാം. അത് തുടർഭരണമെന്ന ഇടത് ലക്ഷ്യത്തിനുള്ള കടുത്ത തിരിച്ചടിയായി മാറും എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.